ആ പെൺകുട്ടിക്ക് വധശിക്ഷയാണ് കൊടുക്കേണ്ടത്. കാരണം ആദ്യത്തിൽ ടേസ്റ്റ് കാരണം അവൻ പിടിച്ചു, പിന്നെ ടേസ്റ്റ് ഇല്ലാതെ എങ്ങനെ കൊടുക്കാം? കഷായത്തിൽ അവള് ചെയ്ത തെറ്റ് അവളും സ്വയം മനസ്സിലാക്കണം. ഷാരൂണിനെ അത്രമാത്രം കൊണ്ട് നടന്ന് വഞ്ചിച്ചിട്ടൊക്കെ അല്ലേ വെളിയിറങ്ങരുത്, പുറത്തിറങ്ങാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ജീവപര്യന്തം കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അത് കണ്ട് മറ്റൊരു പെണ്ണ് ഇതുപോലെ ചെയ്യരുത്. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ തന്നെ കിട്ടണം. അവനിപ്പം നഷ്ടം അവൻ്റെ കുടുംബക്കാർക്കും അവൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. അപ്പം അതിന് തൂക്കുകയറിന് എന്തായാലും അർഹതയുള്ള ഒരു പ്രതിയാണ് രണ്ടുപേരും. ഒരു പെണ്ണങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുമല്ലോ. ഇക്വാലിറ്റി ആവശ്യപ്പെടുന്നത് സ്ത്രീകൾക്കാണെങ്കിലും പക്ഷെ ഇവിടെ ഇക്വാലിറ്റി കിട്ടാത്തത് ആക്ച്വലി പുരുഷനാണ്. ഇപ്പം കൊല്ലേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അതൊരു ആണാണ് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഡബിളായിരുന്നു. കേരളത്തെ കോളിളക്കം കൊള്ളിച്ച ഷാരൂൺ വധക്കേസിൻ്റെ വിധി ഇന്ന് കോടതി പുറപ്പെടുവിച്ചു. അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. എന്താണ് ശിക്ഷയെന്ന് നാളെയാണ് കോടതി വിധിക്കുക. ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ കിട്ടണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കേരളത്തെ ഒട്ടാകെ പിടിച്ചു കുലുക്കിയ ഷാരൂൺ വധക്കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞു. അമ്മ നിരപരാധിയാണെന്നും ഗ്രീഷ്മയ്ക്കും അമ്മാവനുമെതിരെ കോടതി കുറ്റക്കാരാണെന്ന് തെളിവോടെ വിധി വന്നിട്ടുണ്ട്. നാളെയാണ് എന്താണ് ശിക്ഷ എന്ന് കോടതി വിധിക്കുന്നത്. അപ്പോൾ ചേട്ടൻ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ആ പെൺകുട്ടിക്ക് വധശിക്ഷയാണ് കൊടുക്കേണ്ടത്. കാരണം ആ പെൺകുട്ടി പ്ലാൻ ചെയ്താണ് ചെയ്തത്. അതെ അല്ലേ? അതെ. നമ്മളൊരു സാഹചര്യത്തിൽ സംഭവിച്ചതല്ല, നേരത്തെ പ്ലാൻ ചെയ്ത് ആദ്യം ഒരു തവണ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി, ജ്യൂസിൽ ശ്രമം നടത്തി. അതെ. അതിനുശേഷം അതിൽ ഫെയിലായ ശേഷമാണ് ആ പെൺകുട്ടി പ്ലാൻ ചെയ്ത് കഷായത്തിൽ ചെയ്തത്. ആദ്യം ചെയ്ത സമയത്ത് ജ്യൂസിൽ കലക്കിയ പയ്യന് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു, പയ്യ അത് കുടിച്ചില്ല. അതിനുശേഷം ആ പെൺകുട്ടി വളരെയധികം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ ഒരു വിഷം അതിൽ കലർത്തി. ആ കലർത്തി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടിൽ അറിയാൻ പറ്റില്ല ആ വിഷയമാണെന്ന്. അല്ല, അങ്ങനെയല്ലേ? ഞാൻ ന്യൂസ് കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ അത്രത്തോളം ആ പെൺകുട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ആ കാര്യം ചെയ്തത്. അതെ അല്ലേ? ആ പെൺകുട്ടി അത്രത്തോളം മനഃപൂർവ്വം ചെയ്തു. അപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം. അത് എന്താണെന്ന് കോടതി പറയുമ്പോഴേ നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ. അല്ല, കോടതി ഇപ്പോൾ പറഞ്ഞേക്കുന്ന കാര്യം ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതിക്ക് സംശയാതീതമായി പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് അഭിപ്രായം. ഓക്കെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ തൂക്കുകയറാണ് പരമാവധി ഒരാൾ കൊടുക്കുന്ന ഇന്ത്യയിലെ ശിക്ഷ എന്ന് പറയുന്നത്. ഒക്കെ അതിന് അർഹനാണല്ലോ. അതായത് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടി ഈ ഷാരൂണിനെ അത്രമാത്രം കൊണ്ട് നടന്ന് വഞ്ചിച്ചിട്ടൊക്കെ അല്ലേ ഇപ്പോൾ ഒരു കൊലപാതകം നടന്നത്. അപ്പം അതിന് തൂക്കുകയറിന് എന്തായാലും അർഹതയുള്ള ഒരു പ്രതിയാണ് രണ്ടുപേരും. ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർ, ഇപ്പോഴത്തെ തലമുറയിലെ പെൺപിള്ളേർ പലരെ സ്നേഹിക്കുന്നു. ഒരു ഭർത്താവിനെ വെച്ചുകൊണ്ട് തന്നെ പല ഭർത്താക്കന്മാരെയും കൂടെ പോകുന്നു. ആ ഒരു കാലഘട്ടത്തിലോട്ടാണ് ഇപ്പം വരുന്നത്. പക്ഷേ സ്വന്തം ഭർത്താവ് എത്ര നല്ലവനാണെങ്കിലും അവനെ പൊരുത്തിക്കൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ല ജീവിതം. തെറ്റുകുറ്റങ്ങളില്ലാത്ത ലോകത്ത് ഒട്ടുമുക്ക കുടുംബത്തിലും പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അത് പൊരുത്തപ്പെട്ട് പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഏറ്റവും നല്ലൊരു കുടുംബിനി. അവൾ ചെയ്ത തെറ്റ് അവളും സ്വയം മനസ്സിലാക്കണം. അവൾ ചെയ്തത് തെറ്റാണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പം അത് സ്വയം തെറ്റാണെന്ന് മനസ്സിലാക്കി അവൾ സമൂഹത്തിലോട് പറയൂ? ഇല്ല, ആരും പറയില്ല. തെറ്റ് ചെയ്യുന്നവർ എപ്പോഴും കുറ്റം മറച്ചു വയ്ക്കാനേ നോക്കുകയുള്ളൂ. സമൂഹത്തിൽ അത് വിളിച്ച് പറയില്ല. ജീവപര്യന്തം കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്രാവശ്യം ഇക്വാലിറ്റി പാർഷ്വാലിറ്റി എല്ലാം സെയിം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരാണാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൻ ജയിലിൻ്റെ അകത്തും പെണ്ണ് സുഖമായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പം നേരെ തിരിച്ചാണ്. ഇപ്പം അവൾ ഇത്രയും നാളുമായിട്ട് പോലീസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ജയിലിൽ കിടക്കണം, ജീവപര്യന്തം കിട്ടണമെന്നാണ്. അവനിപ്പം നഷ്ടം അവൻ്റെ കുടുംബക്കാർക്കും അവൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. ഇപ്പം പാർഷ്വാലിറ്റി എല്ലാവർക്കും സെയിം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറേ നാൾ ജയിലിൽ പിടിച്ചിട്ടിട്ട് എന്താണ് കാര്യമൊന്നുമില്ല. ജീവപര്യന്തം തന്നെ കിട്ടും. ശരിക്കും ഒരാളെ ഒഴിവാക്കാനായിട്ട് കൊല്ലേണ്ട കാര്യമുണ്ടോ? ഇല്ല. നേരെ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പണായിട്ട് ഫോർവേഡായിട്ട് അങ്ങ് സംസാരിച്ചങ്ങ് തീർക്കാന്നുള്ളൂ. ഇത് വിഷം കൊടുത്ത് കൊന്നാൽ അവർക്ക് എന്തെങ്കിലും തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും സ്ത്രീ ആയതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പരിഗണന അർഹിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഇപ്പം തന്നെ എല്ലാവർക്കും ഇക്വാലിറ്റി വേണമെന്നില്ലേ പെണ്ണുങ്ങൾ പറഞ്ഞു നടക്കണം. അപ്പോൾ രണ്ടുപേർക്കും ഒരേ രീതിക്കുള്ള നിയമം കൊണ്ടുവരണം. ഇപ്പം ആണിനും പെണ്ണിനും ഒരേപോലത്തെ ഒരു ഇതാണെങ്കിൽ അത് തന്നെ ചെയ്യണം. ഇപ്പോൾ ജയിലിനകത്ത് പിടിച്ചിട്ടിന് വലിയ ഗുണമൊന്നുമില്ല. ഇപ്പോൾ അവനും അവൻ്റെ വീട്ടുകാർക്കാണ് നഷ്ടം. അപ്പോൾ എൻ്റെ അറിവിൽ ജയിലിനകത്ത് കിടത്തിയിട്ട് ജീവപര്യന്തമാണ് ഞാനും എൻ്റെ അഭിപ്രായം. നമുക്ക് ഇനി നമ്മുടെ നാട്ടിൽ ഇതേപോലെ നടക്കരുത്. അങ്ങനത്തെ ഒരു തക്കതായ ശിക്ഷ തന്നെ എന്തായാലും കിട്ടണം. പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഗ്രീഷ്മയുടെ കേസ് മാത്രമല്ല, ഒരു ഗ്രീഷ്മയെ പോലെ ഒരു 100 കണക്കിന് ഗ്രീഷ്മമാർ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ ആ തക്കതായിട്ടുള്ള ഒരു മാറ്റം വരണം. പരമാവധി ശിക്ഷയാണോ ചേട്ടൻ? പരമാവധി ശിക്ഷ തന്നെ നൽകണം. അതുപോലെ തന്നെ മരിച്ച പയ്യൻ്റെ അവനൊരു കുടുംബത്തിന് നീതി കിട്ടണം. ചേട്ടൻ എന്താണ്?
ഈ പറഞ്ഞത് തന്നെയാണ്, നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. ഈ ഒരു കുടുംബത്തിന് നീതി കിട്ടുന്ന രീതിക്ക് ഒരു നീതിപീഠത്തെ വിശ്വസിക്കാൻ നമ്മുടെ ജനങ്ങൾക്കും ഇനിയും ആ ഒരു നീതിപീഠത്തിനുള്ള വിശ്വാസം തുറന്നു കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിധി കോടതിയിൽ നിന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. ശരിക്കും ഒരാളെ ഒഴിവാക്കാനായിട്ട് കൊല്ലേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഒരു റിലേഷൻഷിപ്പിൽ? കൊല്ലേണ്ട ആവശ്യമില്ല, അവർക്ക് പറയാം. എനിക്ക് താല്പര്യമില്ലാത്ത റിലേഷൻ മുന്നോട്ട് കൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. ഇതിപ്പം വിശ്വാസത്തെ, അവൻ്റെ സ്നേഹത്തെയും വിശ്വാസത്തെയും മുതലെടുത്ത് അതിനെയാണ് അവളത് തകർത്തിരിക്കുന്നത്. ശരിക്കും ആദ്യം ഒരു തവണ ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും പിന്നെ രണ്ടാമതാണ് ഈ കഷായത്തിൽ കലക്കി കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അത്രയും ഒരു പ്ലാനിങ് അവിടെ നടന്നിട്ടുണ്ട് കൃത്യമായി 2 ദിവസങ്ങൾക്ക് ശേഷം. ഉറപ്പാണ്, തീർച്ചയായിട്ടും ഒരു ബാക്ക് സപ്പോർട്ട് എന്തായാലും കാണും. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല ഒറ്റയ്ക്ക് അത്രയും ചെയ്യേണ്ട ഒരു പ്രാപ്തി കുട്ടിക്കുണ്ടെന്ന്. ഈ അമ്മയെ ഒഴിവാക്കിയതിൽ ചെയ്യേണ്ട അഭിപ്രായം എന്താണ് ശിക്ഷയിൽ നിന്ന്? കോടതി തീരുമാനിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ത്രീ ആയതിൻ്റെ പേരിൽ എന്തെങ്കിലും പരിഗണന? നമ്മളിപ്പം ഗ്രീഷ്മയുടെ കാര്യത്തിലായാലും നമ്മുടെ ന്യൂസ് ചാനലിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഒരു ആൺകുട്ടിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വരുന്ന ടൈമിൽ കൃത്യമായിട്ട് അവൻ്റെ ഫോട്ടോസ് ടി വിയിൽ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സ്ത്രീകളുടെ ഫോട്ടോസ് ബ്ലർ ചെയ്ത് കാണിക്കുന്നു? അപ്പം ഒരു ഇക്വാലിറ്റി പറയുന്ന ആൾക്കാർ പോലും ഈ ഒരു കാര്യത്തിൽ എന്തുമാത്രം ഈ ചെറിയ കാര്യത്തിൽ പോലും ഒരു ഇക്വാലിറ്റി വരുന്നില്ല. ആക്ച്വലി എന്നും ഇക്വാലിറ്റി ആവശ്യപ്പെടുന്നത് സ്ത്രീകൾക്കാണെങ്കിലും പക്ഷെ ഇവിടെ ഇക്വാലിറ്റി കിട്ടാത്തത് ആക്ച്വലി പുരുഷനാണ്. പെൺകുട്ടി ആയതുകൊണ്ട് വെറുതെ വിടാനാണ് ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഈക്വലായിട്ട് തന്നെ കൊടുക്കണമല്ലോ. അപ്പം പെൺകുട്ടികൾക്ക് വേറൊരു ഇത്, ആൺകുട്ടികൾക്ക് വേറൊരു, അങ്ങനെ കൊടുക്കേണ്ടതില്ല. ആര് തെറ്റ് ചെയ്താലും അത് ഒരുപോലെ തന്നെയാണ്. അപ്പം ഒരുപോലെ തന്നെ ഒരുപോലെ തന്നെ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ കൂട്ടുപ്രതിയായ അമ്മയെ ഒഴിവാക്കിയതിൽ എന്താ അഭിപ്രായം? എന്താ തോന്നിയത്? അത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അതിൻ്റേതായ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത്, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. പരിഗണന, അവർ ചെയ്തത് തെറ്റാണ്, കൊലപാതകമാണ്. അങ്ങനെ ഒരാളുടെ ജീവിതം നമ്മൾ എടുക്കാൻ പാടില്ല. തടവ് ആയിരിക്കുമല്ലോ എന്തായാലും, ഒരു 5 വർഷമോ 6 വർഷമോ ഒക്കെ തടവായിരിക്കാം. ആ കുട്ടിക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ അതിൽ ഇളവ് കൊടുക്കാം. അങ്ങനെ അത് അവർ കോടതി. ശരിക്കും ഒരാളെ ഒഴിവാക്കാനായിട്ട് കൊല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഒരു റിലേഷൻഷിപ്പ്? ഇല്ല, കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരിക്കാം. അങ്ങനെയാണ്. എന്തിനാണ് കൊല്ലുന്നത്? അവർക്കും ജീവിക്കണ്ടേ ഈ ലോകത്ത്. പ്രേമിച്ചതിനൊരിക്കലും അല്ലേ? അതെ, പ്രേമിച്ചാൽ നമ്മൾ അവരെ കൈവിടരുത്, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ആ പയ്യൻ എന്തായാലും നീതി കിട്ടിയാലേ പറ്റുള്ളൂ. അല്ലാതെ ഇനി കേസ് വെക്കാണെന്ന് പറഞ്ഞാൽ അവരായിട്ട് കഷ്ടപ്പെടുത്താനല്ലാതെ എന്തെങ്കിലും ഒരു നീതി കിട്ടാതെ പറ്റില്ല. അവരാണെങ്കിൽ അവരുടെ കാര്യം നോക്കി ജയിലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും അവരുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയി എവിടെയും കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർ അതിന് അനുസരിച്ച് ഒരു ഇതായിട്ട് നടക്കുകയാണ്. അപ്പോഴത്തേക്ക് അവർക്ക് എന്തായാലും ഒരു നീതി കിട്ടിയാലേ പറ്റുള്ളൂ. ഒരു എത്രയെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കഷ്ടപ്പെടും. പുറകെ നടന്ന് കേസും വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മുടെ നിയമമൊക്കെ അനുസരിച്ച് വലുതായിട്ടൊന്നും കിട്ടാനില്ല. കൂടിപ്പോയാൽ എന്ത് കിട്ടും? ആഗ്രഹിക്കുന്നത് ചേട്ടൻ്റെ മനസ്സിലുള്ള ഒന്നെങ്കിൽ ജീവപര്യന്തം, അതും ഇല്ലെങ്കിൽ എന്ത് ഇവിടെ കൊല്ലമുള്ള ഒരു വിധി ഇവിടെ വരുത്തുന്നുമില്ല, ഇനി വരാൻ പോകുന്നുമില്ല. വന്നാൽ കൊള്ളാം. ഇപ്പം ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല. വന്നാൽ കൊള്ളായിരുന്നു, തൂക്കിക്കൊള്ളാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പേരിൽ വേറെ കേസും വരും. പറഞ്ഞു കഴിഞ്ഞാൽ പറ്റടുത്ത മാക്സിമം വെളിയിറങ്ങരുത്, പുറത്തിറങ്ങാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മളായാലും സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന അങ്ങനെയൊക്കെയാണ്. അപ്പോഴത്തേക്കും കൊല്ലേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. സ്ത്രീ അതിൻ്റെ പരിഗണന ഒന്നും ഇപ്പോൾ ഈ നിലവിലൊന്നും നോക്കുന്നില്ല. നമ്മൾ സാധാ ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒന്നും പരിഗണന കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളെ കൊന്നു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പം നമ്മളായാലും ഇപ്പോൾ അവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞാലും ഇതേ കണക്ക് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവരും ഇതേ കണക്കെ റിയാക്ട് ചെയ്യുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അവരിപ്പോൾ എന്നാലും ഇവരെ കേസ് പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കൂടുതലുള്ളൂ. ഇപ്പോൾ എന്ത് കേസ് വന്നാലും എല്ലാവരും കൂടെ നിൽക്കുന്നത് പെണ്ണുങ്ങളുടെ കൂടെ തന്നെയാണ്. ആണുങ്ങളുടെ കൂടെ ഒന്നും ആരും നിൽക്കില്ല. എല്ലാം പെണ്ണുങ്ങളുടെ സൈഡിലേ നിൽക്കുകയുള്ളൂ. എല്ലാവരും ആരായാലും പെണ്ണുങ്ങളുടെ സൈഡിലേ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ ഉള്ള നിയമമായാലും എന്തായാലും ആണുങ്ങളുടെ സൈഡ് പെണ്ണുങ്ങളുടെ സൈഡിലേ നിൽക്കുകയുള്ളൂ.